ഹായ് ഓൾ, എല്ലാവർക്കും ഈ ഫോട്ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോസിൻ്റെ അകത്ത് നമ്മുടെ മീറ്റർ റീഡിംഗ്, നമ്മുടെ KSEBയുടെ എനർജി മീറ്റർ റീഡിംഗ് എങ്ങനെ എടുക്കാം, അതിൻ്റെ അകത്ത് നമ്മുടെ TOD മീറ്ററിൻ്റെ അകത്ത് കാണിക്കുന്ന പാരാമീറ്റേഴ്സ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മുടെ താരിഫിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ KSEB എങ്ങനെയാണ് നമുക്ക് ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്, നമ്മുടെ യൂണിറ്റ് അറിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ കറണ്ട് ബില്ല് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ സോളാറിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ വെക്കുന്നവർക്ക് നമ്മൾ വെക്കുന്ന നെറ്റ് മീറ്റർ ഉണ്ടല്ലോ, ഈ നെറ്റ് മീറ്ററിൻ്റെ റീഡിംഗ് എങ്ങനെ നോക്കി മനസ്സിലാക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അതായത് നെറ്റ് മീറ്റർ റീഡിംഗ് എങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഒരു L&Tയുടെ മീറ്ററാണ്. KSEB കൂടുതലും പ്രിഫർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും L&Tയുടെ മീറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു L&Tയുടെ മീറ്ററാണ്. സിംഗിൾ ഫേസ് ബൈഡയറക്ഷണൽ മീറ്റർ, അതായത് സിംഗിൾ ഫേസ് നെറ്റ് മീറ്ററാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി നമുക്കറിയാം ഒരു TOD മീറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ കാണിക്കും, വോൾട്ടേജ് കാണിക്കും, ഡേറ്റ് കാണിക്കും, സമയം കാണിക്കും, അങ്ങനെ അതെല്ലാം പാരാമീറ്റേഴ്സ്, കറണ്ട്, പവർ ഫാക്ടർ എല്ലാം കാണിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നെറ്റ് മീറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ കാണിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണിക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ഇന്നത്തെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ്, 5/7/2021 ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അതിനുശേഷം വരുന്നത് എന്താണ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. നമുക്കറിയാം V എന്ന് കാണിക്കുന്ന നമ്മുടെ സപ്ലൈ വോൾട്ടേജ്, നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈ എത്ര വോൾട്ടാണ്, 207.96. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്ത പാരാമീറ്ററായിട്ട് കാണിച്ചേക്കുന്ന കറണ്ടാണ്. 1.33 ആംപിയർ ആണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ കൺസംഷൻ. പിന്നെ നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി 49.9 ഹെർട്സ് സപ്ലൈ ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് എന്താണ്, നമ്മുടെ ലോഡിൻ്റെ പവർ ഫാക്ടർ. ലോഡ് പവർ ഫാക്ടർ കാണിച്ചിട്ടുണ്ട് 0.4. അത് കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞു. പവർ ഫാക്ടർ ഇവിടെ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കൺസ്യൂമറിൻ്റെ പവർ ഫാക്ടർ ഭയങ്കര കുറവാണ്, 0.4 ആണ്. പുള്ളി എന്തെങ്കിലും ഇൻഡക്റ്റീവ് ലോഡ്സ് ഉപയോഗിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഇത്രയും ലോ പവർ ഫാക്ടർ വന്നത്. യൂഷ്വലി നമുക്ക് എപ്പോഴും പവർ ഫാക്ടർ കൂടി നിൽക്കണം, 0.9 അല്ലെങ്കിൽ യൂണിറ്റ് 1 കിട്ടണമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ കൺസംഷൻ പവർ, കൺസ്യൂംഡ് പവർ, കിലോ വാട്ട്. ഓക്കെ, ഇവിടെ തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു നെറ്റ് മീറ്ററിൻ്റെ അകത്തെ ഇൻഡിക്കേഷൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഇവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ പറഞ്ഞു നെറ്റ് മീറ്റർ അല്ലെങ്കിൽ ബൈഡയറക്ഷണൽ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും മനസ്സിലാക്കാം. അതായത് നമ്മുടെ KSEBയിൽ നിന്ന് വീട്ടിലോട്ട് എത്രത്തോളം പവർ അല്ലെങ്കിൽ എത്രത്തോളം എനർജി എടുത്തു എന്ന്, അതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം തിരിച്ച് KSEBക്ക് കൊടുക്കുന്ന പവറിനെ നമ്മൾ എന്ത് പറയും, എക്സ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും എത്ര എന്ന് കറക്റ്റ് കാണിക്കുന്ന ഒരു മീറ്ററാണ് നെറ്റ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടും ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു KSEBയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എടുക്കുന്ന കൺസംഷനാണ് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയും. തിരിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സോളാറിൽ നിന്ന് തിരിച്ച് KSEBക്ക് കൊടുക്കുന്നതിനെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയും. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ L&T മീറ്റേഴ്സിൻ്റെ അകത്ത് അത് ആരോ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു മീറ്ററിൻ്റെ അകത്ത് നമുക്കറിയാം, ഈ മീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഇൻപുട്ട്, അതായത് സർവീസ് വയർ വന്ന് കണക്ട് ചെയ്യുന്ന, റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ടും എടുക്കും, വീട്ടിലോട്ടുള്ള ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കും. ഇപ്പം ആ ആരോയെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന നോക്കിയേ, നമ്മുടെ പവർ കാണിച്ചേക്കുന്ന -0.10 കിലോ വാട്ട്, അതായത് -0.10 കിലോ. 0.10 കിലോ വാട്ട് എന്ന് വെച്ചാൽ 100 വാട്ട്സ് ആണ് അറ്റ് പ്രസൻറ്റ് അവിടുത്തെ പവർ. അത് മൈനസ് ആണ് കാണിച്ചേക്കുന്നത്. അവിടുത്തെ ആരോയുടെ സിമ്പിൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡ് കിലോ വാട്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ആരോയുടെ സിമ്പിൾ കണ്ടില്ല, അത് ലെഫ്റ്റിലോട്ടാണ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ തിരിച്ച് KSEBക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് 100 വാട്ട് പവർ തിരിച്ച് KSEBക്ക് പൊക്കോണ്ടിരിക്കുന്നു. അടുത്തതിൻ്റെ അത് നോക്കിയേ, 805 കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റാണ്, നമുക്കറിയാം. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 805 കിലോ വാട്ട് അവർ നമ്മൾ എങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ആരോടെ ഡയറക്ഷൻ നോക്കിയാൽ റൈറ്റിലോട്ട്, അതായത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നമ്മൾ 805 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 805 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നു. ആ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് ഏതൊക്കെ ടൈം സോണിൽ എത്രത്തോളം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്. നമ്മൾ പല ടൈം സോൺ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞു അല്ലേ. 3 ടൈം സോണാണ്, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ, വൈകുന്നേരം 6 തൊട്ട് രാത്രി 10 വരെ, രാത്രി 10 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 വരെ അല്ലേ. T1, T2, T3 അങ്ങനെ 3 ടൈം സോൺ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ടൈം സോണിൽ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 214 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് T1. പിന്നെ T2ൽ എത്രയാണ്, T2ൽ 251 യൂണിറ്റും T3ൽ 338 യൂണിറ്റ്. മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന 805 യൂണിറ്റ്. തിരിച്ച് പിന്നെ എക്സ്പോർട്ട് എത്ര നോക്കിയേ, കിലോ വാട്ട് അവർ, ആരോയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ട്, ദാറ്റ് മീൻസ് എക്സ്പോർട്ട് എത്രയാണ്, 229 യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 229 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തേക്കുന്ന ഏതൊക്കെ ടൈം സോണിലാണ്,
അതിൻ്റെ അത് നമുക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. മോസ്റ്റ്ലി നമുക്ക് സോളാർ അവൈലബിലിറ്റി ഉള്ളത് എപ്പോഴാണ്? രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ ആയിരിക്കും എക്സ്പോർട്ട് കൂടുതലും നടന്നേക്കുക. അപ്പം 229 യൂണിറ്റ് തന്നെ T1 T2ഉം T3ഉം 0 ആയിരിക്കും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 805 യൂണിറ്റ് നമ്മൾ KSEBിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 229 യൂണിറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസിനാണ് നമുക്ക് ബില്ല് വരുന്നത്. അതായത് എത്ര വരും? 805ഉം 229 അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ 576 യൂണിറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും. നെറ്റ് ഡിഫറൻസ് ഇതിനാണ് KSEB നമുക്ക് ബില്ല് ചെയ്യുന്നത്. 576 യൂണിറ്റിനാണ് ബില്ല് വരുന്നത്. അത് ഓരോ മാസം അനുസരിച്ച് ഈ നെറ്റ് വാല്യൂ കൂടിയും കുറഞ്ഞും വരും. അതിനനുസരിച്ച് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നോക്കിയിട്ടായിരിക്കും ബില്ല് വരുന്നത്. അപ്പം ഒരു നെറ്റ് മീറ്ററിൻ്റെ അകത്തും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇമ്പോർട്ടും എക്സ്പോർട്ടും? L&Tയുടെ നെറ്റ് മീറ്റർ ആണെങ്കിൽ ഈ ആരോ കാണിച്ചേക്കും. റൈറ്റിലോട്ടുള്ള ആരോ ആണെങ്കിൽ ഇമ്പോർട്ടാണ്, ലെഫ്റ്റിലോട്ടുള്ള ആരോ ആണെങ്കിൽ എക്സ്പോർട്ടാണ്. റൈറ്റിലോട്ടുള്ളതെന്ന് വെച്ചാൽ വീട്ടിലോട്ട് എത്രത്തോളം എടുത്തു, ലെഫ്റ്റിലോട്ടുള്ള ആരോ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എത്രത്തോളം നമ്മൾ തിരിച്ചു കൊടുത്തു. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നെറ്റ് യൂണിറ്റ് കാണിക്കും. ഈ നെറ്റ് യൂണിറ്റ് നോക്കിയാൽ 576 യൂണിറ്റ് നെറ്റ്. ഞാൻ നെറ്റിൻ്റെ മുകളിലുള്ള ആരോ നോക്കിയേ റൈറ്റിലോട്ടാണ്. അപ്പം നമ്മൾ KSEBക്ക് കൊടുത്തതിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 576 യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഈ റൈറ്റ് സൈഡിലോട്ട് ആരോ. അതേസമയം നമ്മൾ KSEBക്ക് കൂടുതലാണ് കൊടുത്തിരുന്നെങ്കിൽ ആരോ ലെഫ്റ്റിലോട്ടായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു നെറ്റ് മീറ്റർ റീഡിംഗ് എടുക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് L&T എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നെറ്റ് മീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആരോ ശ്രദ്ധിച്ചാൽ മതി. റൈറ്റിലോട്ടുള്ള ആരോ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടും, ലെഫ്റ്റിലോട്ടുള്ള ആരോ ആണെങ്കിൽ എക്സ്പോർട്ടും. ഇതിൻ്റെ നെറ്റ് വാല്യൂ കാണാൻ നോക്കുകയെന്ന് വെച്ചാൽ ആ യൂണിറ്റിൻ്റെ കൂടെ നെറ്റ് എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന ആരോയുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നുള്ള നെറ്റ് വാല്യൂ എത്ര നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ.